ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ പലരും കഴിക്കുന്ന ഒരു നേരത്തെ മീൽ എന്ന് പറഞ്ഞാൽ ഓട്സ് ആയിരിക്കും. അപ്പോൾ ഈ ഓട്സ് ശരിക്കും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ ഓട്സ് എങ്ങനെ കഴിക്കുമ്പോഴാണ് പുതിയ ബോഡി വെയിറ്റ് കുറയുക എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഓട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പല ആൾക്കാരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നേരത്തെ മീലാണ്. അപ്പോൾ ഈ ഓട്സിൻ്റെ ഗുണങ്ങളെ പറ്റി നോക്കുമ്പോൾ ഒരു 100 ഗ്രാം നമ്മൾ ഓട്സ് എടുക്കുന്ന സമയത്ത് ഏകദേശം 379 കിലോ കലോറി ഊർജ്ജം കിട്ടും. അപ്പോൾ കാർബിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ 67 മുതൽ 68 ഗ്രാം വരെ കാർബ് കിട്ടുന്നുണ്ട്, ഒരു 6.5 ഗ്രാം ഫാറ്റ് കിട്ടുന്നുണ്ട്, ഒരു 13 മുതൽ 16 ഗ്രാമോളം പ്രോട്ടീനും അതുപോലെ തന്നെ 10 ഗ്രാമോളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ കാൽസ്യം മുതൽ എല്ലാ മിനറൽസും തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, വൈറ്റമിൻ ബിൻ്റെ കോംപ്ലക്സുകളുണ്ട്. ഇതോടൊപ്പം തന്നെ മിനറൽസിൻ്റെ കേസുകൾ പൊട്ടാസ്യം, മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു മിനറൽ റിച്ച് അല്ലെങ്കിൽ പ്രോട്ടീൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു മീലാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്സ് ഇത് മാത്രമല്ല, നമുക്ക് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്ന് പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഫൈബർ നമ്മുടെ ആമാശയത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരത്തേക്ക് വയറ് നിറഞ്ഞൊരു സെൻസേഷൻ ഉണ്ടാവും. അപ്പോൾ അതുവഴി നമുക്ക് അമിതമായിട്ട് വിശപ്പ് ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ബീറ്റാ ഗ്ലൂക്കോൺ എന്ന് പറയുന്നത്. ഈ ഒരു കമ്പോണൻറ്റ് നമ്മുടെ വയറിലെത്തുമ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന നമ്മുടെ ഭാഗമായിട്ട് ഈ ഫൈബർ അങ്ങ് നല്ല രീതിയിൽ വീർത്ത് വരും. ഈ വീർത്ത് വരുന്നതുകൊണ്ടാണ് നമുക്കൊരു കുറേ നേരത്തേക്ക് വയറ് നിറഞ്ഞൊരു സെൻസേഷൻ തോന്നാറ്. പൊതുവേ ഓട്സ് ഒക്കെ കഴിച്ചപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചവരെ നല്ല രീതിയിൽ ഒട്ടും തന്നെ വിശക്കാറില്ല. പിന്നെ ഒരുപാട് പേര് ഡിന്നർ ടൈമിൽ ഓട്സ് പ്രിഫർ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൂടി ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു 6:30-7 മണി ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രാവിലെ വരെ ഒരു വയറ് നിറഞ്ഞൊരു സെൻസേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓട്സ് നമ്മളെല്ലാവരും തന്നെ പ്രിഫർ ചെയ്യാറുണ്ട്. ഇനി അത് ആ ഒരു ഫുഡിനുള്ള ക്രേവിങ്സ് ഒരു പരിധിവരെ കുറയ്ക്കും. നമുക്ക് ഭക്ഷണം ഇപ്പോൾ രാത്രി ഡിന്നറിലൊക്കെ നമ്മൾ ഓട്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഡിന്നർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫുഡിനുള്ള ക്രേവിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഓട്സിനുണ്ട്. ഇനി ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ നല്ല രീതിയിൽ നടക്കും. അപ്പോൾ ഡൈജഷൻ നല്ല പ്രോപ്പർ ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡി പൊതുവേ ലൈറ്റ് വെയിറ്റ് ആവുകയും നമുക്ക് ഒരുപാട് ഒരു സ്ട്രെസ് റിലീഫിങ് ഉണ്ടാവും. കാരണം നമുക്ക് ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ മോശം പാസ് ചെയ്യാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ദിവസത്തെ മൂടൊന്നും അത്ര ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ഗുഡ് ബാക്ടീരിയകൾക്ക് നല്ലൊരു ഫുഡായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗുഡ് ബാക്ടീരിയ കൂടുതലായിട്ട് വളരും. അപ്പോൾ ഗുഡ് ബാക്ടീരിയ കൂടുതലായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ ഡൈജഷൻ കുറച്ച് കംപ്ലീറ്റ് ആവുന്നത് കാണാം. ഇപ്പോൾ നോർമലി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ദഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 95% നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുക എൻസൈംസ് ഡൈജസ്റ്റ് ചെയ്യുക. ബാക്കി 5% നമ്മുടെ ഈ ഗട്ട് ബാക്ടീരിയയാണ് ഡൈജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗട്ട് ബാക്ടീരിയ നല്ല രീതിയിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും കറക്റ്റായിട്ട് ന്യൂട്രിയൻസ് അബ്സർവ് ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫാറ്റ് മെറ്റബോളിസം നടക്കുക. ഒരു പരിധി വരെ ഈ ഗട്ട് ബാക്ടീരിയ നമ്മുടെ ഫാറ്റ് ഡൈജഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്കൊരു വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവാൻ പറ്റുന്നുണ്ട്. പൊതുവേ ഓട്സിന് കലോറി കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കഴിച്ചാൽ കൂടി നമുക്ക് കുറച്ചുകൂടി എനർജി സ്റ്റോർ ചെയ്ത് പോവുക അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷന് വേണ്ടി നിൽക്കാറില്ല. അതുമാത്രമല്ല ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. മസിൽ ബിൽഡിങ്ങിന് വേണ്ടി പ്രോട്ടീൻ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മസിൽ മാസ് കൂടുന്ന സമയത്ത് നമ്മുടെ മസിൽ മാസ് കൂടുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അധികമായിട്ട് കലോറി ബേൺ ചെയ്യുന്ന കാണാം. അപ്പോൾ ഏകദേശം നിങ്ങളുടെ മസിൽ മാസ് ഒരു 10% കൂടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 കലോറി ഒരു ദിവസം തന്നെ ബേൺ ആവുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ മസിൽ മാസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോൺസിനും ജോയിൻസിനും കുറച്ചും കൂടി സപ്പോർട്ട് കൊടുക്കുകയും നമ്മുടെ മൂവ്മെൻറ്റ്സും എക്സസൈസും കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കുകയും കുറച്ചും കൂടി നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ആയുസ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കൂട്ടാനും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഓട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അത് മാത്രമല്ല ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡയറ്റ് എടുക്കുമ്പോൾ പല ആൾക്കാർക്കും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ന്യൂട്രിയൻസും ലാക്ക് ചെയ്യും. ഇപ്പോൾ കാൽസ്യമോ അല്ലെങ്കിൽ പൊട്ടാസ്യം, മാഗ്നീഷ്യം പോലുള്ള ന്യൂട്രിയൻസ് ലാക്ക് ചെയ്യുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഓട്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുവഴി നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കും. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ ഒരു ഡാമേജ് ഉണ്ടാവില്ല. നമുക്ക് പല ആൾക്കാരും പറയാറുണ്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് മുഖത്താകെ ചുളിവുകൾ വീണു, മുടി വല്ലാതെ കൊഴിയുന്നു എന്നൊക്കെ പറയാറുണ്ട് അവർ സ്വന്തമായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കുറച്ചും കൂടി യങ് ആയിട്ട് നിലനിർത്താനും സഹായിക്കും. അപ്പോൾ നമ്മുടെ ശരീരഭാരം കുറയുക, ഒപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ലത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ്. ഇപ്പം നമ്മൾ ഷുഗറോ ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളും കൂടി ഉള്ളവരാണ്. അതിനോടൊപ്പം നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും ഓട്സിന് കമ്പയറബിളി കുറവാണ്. ഇനി നമ്മളിപ്പം ഓട്സ് എങ്ങനെ കഴിക്കുന്നു എന്നതിനെ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ പറ്റി പറയേണ്ടിയിരിക്കും. നമ്മൾ
നമുക്കറിയാം പൊതുവേ തവിടുള്ള എല്ലാ ഭക്ഷണത്തിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പൊതുവേ നമ്മൾ കൂടുതലും ഇന്ത്യൻസ് പോളിഷ്ഡ് ആയിട്ടുള്ള ഓട്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് കാലം മുൻപ് വരെ. പക്ഷേ ഇന്ന് നമുക്ക് മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ്, തവിടോട് കൂടിയിട്ടുള്ള ഓട്സ്. അപ്പോൾ ആ ഒരു ഓട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭാഗമായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്കും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാനും ഇൻസുലിൻ ലെവൽ മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ അത് കുക്ക് ചെയ്യുന്നൊരു കാര്യം നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇപ്പോൾ കുറുക്കി കഴിക്കുക അല്ലെങ്കിൽ കഞ്ഞിയായിട്ടൊക്കെ ഓട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലായിരിക്കും. പൊതുവെ ഡയബറ്റീസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരല്ല അമിതവണ്ണമുള്ളവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുട്ടായിട്ട് അല്ലെങ്കിൽ ഉപ്പുമാവായിട്ടൊക്കെ ഓട്സ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ബോഡി വെയിറ്റ് കുറയ്ക്കാനും ഇൻസുലിൻ ലെവൽ മാനേജ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നു. ഇനി നമ്മൾ ഓട്സ് എങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ ഓട്സ് എങ്ങനെ പ്രിഫർ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ധാന്യങ്ങളിലും തവിടോട് കൂടിയുള്ള ധാന്യങ്ങളിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഉണ്ട്. ഇത് നമുക്ക് പൊതുവേ നമ്മുടെ ഭക്ഷണത്തിലുള്ള കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മാഗ്നീസ് പോലെയുള്ള എല്ലാ മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ ഒന്ന് കുറയ്ക്കുന്ന ഘടകമാണ്. ഇത് ഓട്സിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈറ്റിക് ആസിഡിൻ്റെ പ്രസൻസ് കുറയ്ക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ ഓട്സ് ഒരു 12 മണിക്കൂറെങ്കിലും കുതിർക്കുക, എന്നിട്ട് വേണം കഴിക്കാം. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്ന ഒരുപാട് റെസിപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫൈറ്റിക് ആസിഡിൻ്റെ ലെവൽ നമുക്ക് 0 ആക്കി കൊണ്ടുവരാൻ പറ്റും. ഇനി അല്ലാതെ വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു മെത്തേഡാണ് ഫെർമെൻറ്റ് ചെയ്തിട്ട് ഓട്സ് കഴിക്കുക എന്നുള്ളത്. അത് പറഞ്ഞാൽ ഈ ഓട്സിൽ തന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക. ആ ഒരു ടൈമിൽ ഫെർമെൻറ്റേഷൻ ഉണ്ടാവുന്നു, അങ്ങനെയും കഴിക്കാം. മറ്റൊരു മെത്തേഡ് സ്പ്രൗട്ട് ചെയ്ത് കഴിക്കുന്നതാണ്. ഇപ്പം ഓട്സ് സ്പ്രൗട്ട് ചെയ്യുന്ന മറ്റ് ധാന്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് അതിനേക്കാളും ഭേദമായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് നമ്മൾ നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ബോയിൽ ചെയ്യുന്നത് നമുക്ക് ബോയിലാക്കാം അല്ലെങ്കിൽ സ്റ്റീം ചെയ്യാം. അങ്ങനെ ഏത് രീതിയിലും നല്ല രീതിയിൽ ഒരു 15 മുതൽ 30 മിനിറ്റ് നിങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓട്സിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റിക് ആസിഡ് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫൈറ്റിക് ആസിഡ്സിൻ്റെ പ്രസൻസ് നമുക്ക് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ ഒന്നും തടയുകയില്ല. ഹെൽത്തി ആയിട്ട് നമുക്ക് വയറ് നിറയ്ക്കാനും ഈ മിനറൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്താനും അതുവഴി നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു 3 മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം ഓട്സ് എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കൂടുതൽ ആൾക്കാരും ഇത്രയും കാലം മുൻപ് വരെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് വാങ്ങിയിട്ട് കൂടുതൽ ആൾക്കാർ പാലിലൊക്കെ കുറുക്കി കഴിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. നോർമലി ഡയബറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഓട്സ് ഇപ്പോൾ ഏത് രീതിയിൽ കഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇത് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സിലോട്ട് പോകും. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി കഞ്ഞി വെച്ച് കുടിക്കുന്നതിലും അധികമായിട്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഓട്സ് ഇങ്ങനെ കുറുക്കി കഴിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇങ്ങനെ ഓട്സ് ഈ പറഞ്ഞ രീതിയിൽ ഒന്നെങ്കിൽ ആവിയായിട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ ആയിട്ട് കഴിക്കുന്നത് ഒരു പരിധി ഡയബറ്റീസ് പേഷ്യൻസിന് നല്ലതാണ്. അപ്പോൾ ഇന്ന് വരെ നമ്മൾ ഓട്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്തവരാണ് അല്ലെങ്കിൽ ഇന്ന് വരെ നമ്മൾ ഫൈബേഴ്സ് ഒന്നും അധികമായി ഇൻക്ലൂഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഭക്ഷണത്തോട് ഓട്സ് കൊണ്ടുവരുമ്പോൾ കുറഞ്ഞ അളവിൽ നിന്ന് ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. കാരണം ചില ആൾക്കാർക്ക് അധികമായിട്ട് ഫൈബേഴ്സ് പെട്ടെന്ന് അവരുടെ വയറിലെത്തുമ്പോൾ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും കുക്ക് ചെയ്ത് ചെറു ചൂടോടുകൂടി തന്നെ ഓട്സ് കഴിക്കുന്നത് ഒരു പരിധി ചെറിയൊരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യും. ഇനിയിപ്പോൾ ഓട്സിൻ്റെ റെസിപ്പീസ് നോക്കുമ്പോൾ നമ്മൾ ഓട്സിനോടൊപ്പം തന്നെ നമ്മൾ സ്മൂത്തി ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ആ സ്മൂത്തി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ന്യൂട്രിയൻസും ഒക്കെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഇനി അതല്ലാതെ തന്നെ നമ്മൾ ഓട്സ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിയാ സീഡോ ഫ്ലാക്സ് സീഡോ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്ലാക്സ് സീഡും ചിയാ സീഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഫൈബേഴ്സും ന്യൂട്രിയൻസും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി കുറച്ചും കൂടി ഒരു ഫുൾനെസ് തോന്നുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതൊന്നും അല്ലാതെ നമ്മൾ മുട്ടയൊക്കെ ആണെങ്കിൽ പോലും ഓട്സ് ഓംലെറ്റ് എന്ന രീതിയിലൊക്കെ കഴിക്കുക, ധാരാളം വെജിറ്റബിൾസ് അതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ അവിടെയും ഒരുപാട് ഫൈബേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി എല്ലാ ന്യൂട്രിയൻസും നമുക്ക് മിക്സ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈമിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിത്തെ ഡിന്നറോ ഓട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ബോഡി വെയിറ്റ് കുറയ്ക്കുമ്പോൾ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ധാരാളം പച്ചക്കറികൾ അതിനകത്ത് ആഡ് ചെയ്യുക, പ്ലസ് ഓട്സ് കൂടി ആകുമ്പോൾ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് കിട്ടുന്നുണ്ട്, പ്ലസ് ഫൈബർ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഡോക്ടർ ഡയറ്റീഷ്യൻ്റെയോ അഡ്വൈസ് പ്രകാരം എത്രത്തോളം ക്വാണ്ടിറ്റി ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഏറ്റവും പ്രിഫർ ചെയ്യേണ്ടത് എന്നൊക്കെ ഓരോരുത്തരുടെ ശരീരഭാരം അല്ലെങ്കിൽ ശരീരഘടന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.